പറഞ്ഞു തരുന്ന, നമ്മുടെ ആദ്യ അക്ഷരങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ അധ്യാപകന്മാരെ, അവരെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ ആദരിക്കപ്പെടുന്നത്. അവിടെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അവർ കുട്ടികളോടൊപ്പം താമസിക്കുന്നു. അവർ മുതിർന്ന് വലുതാവുമ്പോൾ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എന്നും കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ള ഒരു ജീവിതമാണ് നമ്മുടെ അധ്യാപകർക്കുള്ളത്. ഞാൻ ഈ അവസരത്തിൽ ഈ ക്ലാസ് റൂമുകളിലേക്ക് ഓർമ്മ വരുന്നത്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് റൂമുകളിലേക്ക് എന്റെ ഫാദർ ഇവിടെ ഒരു അറബി അധ്യാപകനായിരുന്നു, മുഹമ്മദ് കുഞ്ഞി മാഷ്. നിങ്ങൾക്കെല്ലാം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഒരുപാട് കാലം ഇവിടെ നിന്നാണ് റിട്ടയർമെന്റ് ചെയ്തത്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആ അധ്യാപകന്റെ മകനെന്ന നിലയിലും എന്റെ ഇളയപ്പന്റെ ഭാര്യ അസ്മ ടീച്ചർ ഇവിടെ അധ്യാപികയായിരുന്നു കുറെ കാലങ്ങൾ. അതോടൊപ്പം ഈ ജീവിതത്തിൽ അധ്യാപകർക്കുള്ള 2-3 ഗുണങ്ങളും പറഞ്ഞിട്ട് ഞാൻ എന്റെ സംസാരം നിർത്താം. ചുരുങ്ങിയ വാക്കുകളിൽ, ഒരു അധ്യാപകൻ എന്നത് അവരുടെ മനസ്സ് എപ്പോഴും നിഷ്കളങ്കമായ ഒരു മനസ്സുള്ളതായിരിക്കും അധ്യാപകർ. കാരണം കുട്ടികളോട് എന്നും ഇടപെട്ടുകൊണ്ട് അവരുടെ മനസ്സ് എപ്പോഴും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അധ്യാപകർ. അതോടൊപ്പം ലാളിത്യത്തിൽ, ജീവിതത്തിൽ എന്നും ആഡംബരമില്ലാതെ ലാളിത്യത്തിൽ ജീവിക്കുന്നവരാണ് അധ്യാപകർ. അത് നമുക്ക് എടുത്ത് പരിശോധിക്കാൻ സാധിക്കും. എന്റെ ഫാദർ എന്റെ 3 പെങ്ങന്മാരെയും കല്യാണം കഴിഞ്ഞ അധ്യാപകനാണ്. അങ്ങനെ ജീവിതത്തിൽ എല്ലാവരും ഈ വിദ്യാലയവുമായിട്ടും അധ്യാപകരുമായിട്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അധ്യാപകരെ ആദരിക്കുക എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷവും ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും മെമ്മന്റോകളും നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം നമ്മുടെ അധ്യാപകർക്ക് എല്ലാ വർഷവും ചടങ്ങുകൾ നടത്തി വരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ, ആരെയും പേരെടുത്ത് ഞാൻ കുഞ്ഞു പക്ഷിയെ കൊണ്ടു നടക്കുന്നത് പോലെ കുഞ്ഞുനാളിലെ മക്കളെ വീട്ടിൽ നിന്നും മെല്ലെ സ്കൂളിലേക്ക് കൊണ്ടു ചെന്നാക്കിയാൽ വീട് പോലെ നിങ്ങളുടെ വിദ്യാലയമായി മാറുന്നത് അത്രയും സ്നേഹവും കരുതലും ഒക്കെയുള്ള അധ്യാപകരുണ്ടാവുമ്പോഴാണ്, അല്ലേ? സ്കൂളിലേക്ക് എത്തുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ? നമുക്ക് സന്തോഷം തോന്നില്ലേ? തോന്നുന്നുണ്ട്. അത് നമുക്ക് കഥ പറഞ്ഞു തരുന്നു, പാട്ട് പറഞ്ഞു തരുന്നു, നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്നു ജീവിക്കാൻ, മുമ്പോട്ട് പോവാൻ. അതുകൊണ്ടാണ് മിടുക്കരായ പല പ്രതിഭകളും പഠിച്ച വിദ്യാലയമാണ്. ഇതാ ഇവിടെ എഴുത്തുകാരൻ, അതുപോലെ സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ SMC ചെയർമാനായിട്ടുള്ള ഹാരിസ് വെള്ളിച്ചാല് ഈ സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെ ഇപ്പൊ മുജീബ് പറഞ്ഞത്, മുജീബ് റഹ്മാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ്. അതുപോലെ അധ്യാപകരിൽ ചിലര് ഇവിടെ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നല്ല ശിഷ്യ സമ്പത്ത് ഉള്ള നല്ല വിദ്യാർത്ഥികളെ നൽകാൻ സാധിച്ച, സമൂഹത്തിൽ നൽകാൻ സാധിച്ച ഒരു വിദ്യാലയത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു മഹത്തായ ചടങ്ങ് നടക്കുന്നത്. അപ്പൊ ഈ വർഷവും ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറ്റിക്കോട് സ്കൂളിലെ ഒരു അധ്യാപിക ആ തലത്തിൽ കണ്ടെത്തുന്നു. പക്ഷെ ഒട്ടേറെ അധ്യാപകരെ നിങ്ങൾ കണ്ടു, അല്ലെ? നിങ്ങൾ കണ്ടു, നിങ്ങളെ പഠിപ്പിച്ചു. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് എല്ലാവരും ഒന്ന് നമുക്ക് അധ്യാപകരെ ഒന്ന് ഓർമ്മിക്കാമോ? നിങ്ങളെ മെല്ലെ മെല്ലെ പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. പറക്കണ്ടേ നമുക്ക്? ഇനിയും നിങ്ങളുടെ അധ്യാപകർക്ക്, നിങ്ങൾ വലുതായി പിന്നെ നിങ്ങൾ അധ്യാപകരായി നിങ്ങൾക്ക് ഒക്കെ സമൂഹം ഇതുപോലുള്ള അംഗീകാരങ്ങൾ നൽകും. അതുകൊണ്ട് ഏറെ സന്തോഷത്തോടെ, ഏറെ ആഹ്ലാദത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി
നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ഈ വേദിയിലുള്ള എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലേ ആ മെഡിക്കൽ പറഞ്ഞു. ശരീരം വളരുന്നതിനും ബുദ്ധി വളരുന്നതിനും നന്നായിട്ട് പഠിക്കാനും ഒക്കെയാണ് എന്ത് കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? അപ്പൊ നല്ല ആരോഗ്യത്തോടുകൂടി വളരണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണോ? എല്ലാവർക്കും നല്ല ആരോഗ്യമാണോ വേണ്ട, ചീത്ത ആരോഗ്യമാണോ വേണ്ടേ? നല്ല ആരോഗ്യം വേണം. അപ്പൊ നല്ല ആരോഗ്യത്തോടെ വളരണമെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കണം? നല്ല ഭക്ഷണം കഴിക്കണം. ഓക്കെ, ഇനി ഓരോരുത്തർ പറയണേ, എല്ലാവരും കൂടെ പറയണ്ട. ഓക്കെ, എല്ലാവരും മോന് പേരെന്താ? മുസാ പറഞ്ഞു. ഇനി കൂടുതലൊന്നും എനിക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. മോൻ പറഞ്ഞു വെറുതെ പറഞ്ഞതല്ല. ഞാന് മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിങ്ങളെ പോലെ മക്കളുമാര് പഠിക്കുന്ന ഒരു സ്കൂളിലെ കണ്ണിന്റെ കാഴ്ച പരിശോധന നടത്തി. ഇവിടെ നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങളെ പോലെ മക്കളുമാര് പഠിക്കുന്ന ഒരു സ്കൂളിലെ ആ സ്കൂളിലെ മക്കളുമാരുടെ കണ്ണിന്റെ കാഴ്ച പരിശോധന നടത്തി. 246 മക്കളുമാരുടെ കണ്ണിന്റെ കാഴ്ച പരിശോധന നടത്തിയതില് 18 കുട്ടികൾക്ക് കാഴ്ച വൈകല്യമുണ്ടായി. 18 കുട്ടികൾക്ക്. ഓക്കെ, ഈ 18 കുട്ടികളിൽ 11 കുട്ടികളും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, മനസ്സിലായോ? അറിവും അക്ഷരങ്ങളും പകർന്നു തന്ന പിതാവിന്റെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തിയത്. അതിന്റെ ഭാഗമായി ഇവിടെ എത്താൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. നമുക്ക് ഇത് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചുപോലും മൊബൈൽ നോക്കുന്നവരാണ് അല്ലേ? ആരും നേരിട്ട് പറയാൻ തയ്യാറല്ലെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും ആരോഗ്യപൂർണമായി നിലനിന്ന് കാണാൻ ഉള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്, മൊബൈൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കരുത്, അമിതമായി ഉപയോഗിക്കരുത്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഹരി സാർ കൃത്യമായി കുട്ടികൾക്ക് നല്ല ക്ലാസ് എടുത്ത് കൊടുത്ത് കുട്ടികൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തു. കൂടുതൽ സംസാരിച്ച് കേൾപ്പിക്കുന്നില്ല. നമ്മളെ കുഞ്ഞുമക്കള് വളരെയധികം വേവലാതി പിടിച്ച നമ്മളെ അമ്മമാര് വേവലാതി പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ദേശം ഇങ്ങനെ പോകുന്നത്. കാരണം നമ്മുടെ ചുറ്റിലും ഒരു കണ്ണുകൾ വേണം. കാരണം മയക്കുമരുന്ന് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് വളരെയധികം നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ തന്നെ അത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. കാരണം അത്തരം വലകളിൽ നമ്മൾ വീഴാതെ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ ഉപയോഗിക്കുന്നത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ അച്ഛനമ്മമാരുടെ ഫോൺ ഉപയോഗിച്ച് പലതരം കളികളും ഗെയിമുകളും കളിക്കുന്നത്, അത് ആ ദൂഷ്യത്തിൽ നമ്മൾ ഇന്ന് തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് വളരെ വിപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മളെ കുഞ്ഞുമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ അമ്മമാർ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മൾ കൈകാര്യം ചെയ്യും ആവശ്യത്തിന് മാത്രം. അതിൽ നല്ലതുണ്ടാവും, നല്ല വശങ്ങളുണ്ടാവും, മോശം വശങ്ങളുണ്ടാവും. എന്തായാലും ഇന്ന് മുതൽ നിങ്ങളൊരു കിടപ്പതിച്ചേക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾ യാതൊരു കാരണവശാലും നമ്മളുടെ അച്ഛനമ്മമാരുടെ അനുവാദമില്ലാതെ നമ്മൾ ഫോണ് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പലതരം ദുശീലങ്ങളാണ് നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞത് ഇത്തരം കുഞ്ഞുമക്കൾക്ക് വീട്ടിലെത്തേണ്ടതാണ്. സമയം SLCയുടെയും PTA-യോടും നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാം അധ്യാപക ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ, ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്, ശ്രീജ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകർക്കും വലിയ ഫാൻസ് കുട്ടികളായിട്ട് ഇവിടെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് എന്നാണ്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളെ വളരെ മനോഹരമായി നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക്
മമ്മൂട്ടിക്കും മോഹൻലാലിനെയും പോലെ ഒരുപാട് ഫാൻസുകാരായിട്ട് ഇങ്ങനെ കുട്ടികൾ ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. SMC ചെയർമാൻ എന്ന രീതിയിൽ വേറെ സന്തോഷവും. അതുപോലെ തന്നെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കേരള ഗവൺമെന്റിന്റെ അധ്യാപക പുരസ്കാരം, അധ്യാപകനുള്ള ഏറ്റവും നല്ല അധ്യാപകനുള്ള പുരസ്കാരം നേടിയുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു കവി കൂടിയാണ്. അതുകൊണ്ട് തന്നെ 2 വാക്ക് മാത്രം കവിത സംഭരിക്കുകയാണ്. മനോഹരം മഹാവരം ഇരുണ്ട ഗാഥമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റത് ഇത്രയിൽ ദൈവത്തിനു മുന്നിലായി. അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റ നിദ്രയിൽ ദൈവത്തിനു മുന്നിലായി. എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ഈ അധ്യാപക ദിനത്തിൽ ഓർമ്മിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മ. അധ്യാപകന്റെ മകനാണ് ജീവ്. മകനാർക്കറിയാം. 19 വർഷമായി എൻ്റെ ചാരിറ്റബിളുമായ സംഘടനയാണ്. 19 വർഷത്തോളമായി നടക്കുന്ന വ്യത്യസ്തമായ പല പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരുപാട് നല്ല സേവനം ചെയ്യുന്ന സാന്ത്വനം എന്ന സംഘടന വലിയ നമുക്ക് എത്ര അഭിമാനിച്ചാലും മതിയാവില്ല. അത് എത്രത്തോളം നമ്മളൊക്കെ കൂടുതൽ സപ്പോർട്ട് നമ്മളുടെ മാഷ് പറയുമ്പോൾ തന്നെ നമ്മൾ 2 കൈകൾ സ്വീകരിച്ചത് തന്നെ ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ഊർജ്ജം കൊടുക്കാനാണ് ഇന്നും അഭിമാനം ചെയ്തത്. അധ്യാപകരിൽ നിന്ന് നമുക്ക് അറിയാലോ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം അധ്യാപകരുടെ പവർ, അവരുടെ കഴിവുകളൊക്കെ അവരൊക്കെ ആദരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു മഹത്തായ സംഭവം തന്നെയാണ്. ഓക്കെ, ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ സഹകരിച്ച എല്ലാവർക്കും ഒരു പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളിവിടെ എത്തി നമ്മളെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ സഹകരിച്ച എല്ലാവരും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ അധ്യാപകന്മാർ, കുട്ടികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ 19 വർഷമായി നിങ്ങൾ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട ഭക്ഷണം എത്തിക്കുകയും അതുപോലെ തന്നെ എത്രയോ നല്ല പഠിച്ച് മിടുക്കന്മാരായ കുട്ടികളെ നല്ല വിജയത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അധ്യാപകന്മാരെ ഇതുപോലെയുള്ള വർഷങ്ങളിൽ ആദരിക്കുകയും അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സ്വാതന്ത്ര്യം ചാരിറ്റി കോളിയെടുക്കുക. കൂടാതെ അതിൽ കാർവാങ്ങാട് പിന്നെ മുജീബുർ റഹ്മാൻ ചെയർമാനാണ്. എടുത്തു പറയേണ്ടതില്ല അദ്ദേഹത്തെ. എന്നും രാവിലെ ഒരു പ്രത്യേകം ഒരു ഇത് രാവിലെ എത്തത്. അപ്പോൾ കൂടാതെ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് മുജീബുർ റഹ്മാൻ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. City Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178 000. ടോൾ ഫ്രീ നമ്പർ 14. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.